ആഖിറും അറിഞ്ഞൂടാ, ഖുർആനും അറിഞ്ഞൂടാ, ഹദീസും അറിഞ്ഞൂടാ. ഒരു വിഷയം അറിയാതെ ഇമാമിങ്ങളെയും തള്ളിയിട്ട് മതം പറയാൻ പോയി. മൂപ്പര് പിന്നെ പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ഭാര്യമാരോട് സംസാരിക്കുമ്പോൾ ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബ്, മറയന്റെ പിന്നിൽ നിന്ന് സംസാരിക്കണോ പറഞ്ഞു. അപ്പൊ ഖുർആൻ പറഞ്ഞില്ലേ മോമിനീങ്ങൾക്ക് മറയന്റെ അപ്പുറമുള്ള കാണാൻ കഴിയൂലാന്ന്. ഔലിയാക്കൾ തന്നെ മോമിനീങ്ങൾ എന്നല്ലേ? അപ്പൊ മറയന്റെ അപ്പുറത്തുള്ള കർട്ടന്റെ അപ്പുറം കാണാൻ കഴിയാത്തവരെന്ന് വെച്ചാൽ ഔലിയാക്കളും അല്ല, കർട്ടന്റെ അപ്പുറം കാണാത്തവര്. മൂപ്പര് പറയും കർട്ടന്റെ അപ്പുറം കാണാത്തവരാണ് ഔലിയാക്കളും. നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപം. എന്നാൽ ലോകത്ത് ഏറ്റവും വലിയ മൂമിൻ ആരാ? ഒന്നാമത്തെ മൂമിൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലെ ഒന്നാമത്തെ വിശ്വാസി. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് അബൂജഹലും കൂട്ടരും വന്നിട്ട് ഇസ്രായേലിന് പോയോ മുഹമ്മദ് നീ ബൈത്തുൽ മുഖദ്ദസ് പോയോ? പോയി. എന്നാൽ അതിനെത്ര ഡോറുണ്ട്, അതിനെത്ര പടിയുണ്ട് എന്ന് ചോദിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദുൽ അഖ്സ മക്കയിൽ ഇരുന്നിട്ട് നോക്കിയെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. നോക്കിയിട്ട് അതിന്റെ എണ്ണ അങ്ങ് പറഞ്ഞു കൊടുക്കാണ്. രാത്രി പോയപ്പോണ്ടോ എണ്ണി വെച്ചിരിക്കുന്നു, അവിടെ ഇരുന്ന് നോക്കിയിട്ടെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഅ്മിനീങ്ങളോട് പറയുന്നു, ഇന്നി ലാ യഖ്ഫാ അലയ്യ സലാത്തുകും വലാ ഖുശൂഉകും. ഓ ജനങ്ങളെ, നിങ്ങൾ പിന്നിൽ വെച്ചല്ലേ നിസ്കരിക്കുന്നത്, ഞാൻ നിങ്ങളെ നിസ്കാരം ഞാൻ കാണുന്നുണ്ട്. വലാ ഖുശൂഉകും, നിങ്ങളെ മനസ്സിന്റെ ഉള്ളിലുള്ള ഭയഭക്തി ഞാൻ കാണുന്നുണ്ട്. നിങ്ങളെ മനസ്സിന്റെ ഉള്ളിലുള്ളത് ഞാൻ കാണുന്നുണ്ട്. സഹാബത്ത് കുപ്പായ ഇടാതെ മുണ്ടുടുക്കാതെയാണോ നിസ്കരിച്ചത്? സഹോദരന്മാരെ, സഹാബികളെ മനസ്സിന്റെ ഉള്ളിലുള്ളത് എല്ലാ കുപ്പായവും ധരിച്ചിട്ട് നെഞ്ഞത്തുള്ളതല്ല മനസ്സിന്റെ ഉള്ളിലുള്ളത് ഞാൻ കാണുന്നു എന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിലില്ലേ മൗലവിന്റെ ന്യായീകരണം കേൾക്കാനോ? ഔലിയാക്കൾക്ക് വീരില്ലാന്ന് ഇരുത്തു. മഹാന്മാരായ ഔലിയാക്കളല്ലേ കർത്തൻ ഈ പുറത്ത് നിൽക്കുന്നത്, അപ്പുറത്തും അവര് തന്നെയല്ലേ. ഈ രണ്ടു കൂട്ടർക്കും കാഴ്ചക്ക് തടസ്സം ഒരു കർത്തനല്ലേ, ഒരു വിരിയല്ലേ, ഒരു ഹിജാബല്ലേ. ഒരു ഹിജാബ് ഇടക്ക് വന്നാൽ, ഒരു കർത്തൻ ഇടക്ക് വന്നാൽ, ഒരു മറ ഇടക്ക് വന്നാൽ അപ്പുറത്തുള്ളത് കാണില്ലെന്നല്ലേ ഔലിയാക്കളെ സംബന്ധിച്ച് അല്ലാഹു പഠിപ്പിക്കുന്നത്. ഒരു കർത്തം വന്നാൽ അപ്പുറത്ത് കാണാത്തവരാണ് ഔലിയാക്കൾ എന്ന് അല്ലാഹു പഠിപ്പിക്കുന്നത്. എവിടെ അങ്ങനെ ഒരായത്തുള്ളൂ? ഇവിടെ അങ്ങനെ ഒരു ഹദീസുള്ളത്? കർത്തം വന്നാൽ അപ്പുറത്ത് കാണാത്തവരാണ് ഔലിയാക്കൾ. അപ്പൊ രാജ്യം എന്താ പറഞ്ഞേ? മുജാഹിദുകൾ ഔലിയാക്കളെ തള്ളുന്നില്ലട്ടോ, ഔലിയാക്കളെ നമ്മൾ കണ്ടിട്ടൊന്നുമില്ലട്ടോ. ഇനി അതേ മൗലവി പറയുന്നു വേറൊന്ന്. മൗലവിന്റെ നല്ല രസായി മൗലവി പറയുന്നത് മൂസാ നബി അലൈഹി സ്വലാമും ഖദർ അലൈഹി സ്വലാമും കൂടിയിട്ട് യാത്ര ചെയ്തു. എന്നിട്ട് ഖദർ അലൈഹി സ്വലാം ഒരു കുട്ടീനെ കൊന്നു. ആ കുട്ടീന്റെ മനസ്സിൽ കുഫറാണ് എന്നുള്ളത് ഖദർ അലൈഹി സ്വലാം ഇങ്ങനെ കണ്ടു. അങ്ങനെ കർട്ടന്റെ പുറത്ത് കാണുക, മനസ്സിൽ കുഫറാണ് എന്നുള്ളത് കണ്ട് അത് കൊന്നു. പിന്നെ പിന്നിലെങ്ങാനുമുള്ള കപ്പലിന്റെ എത്രയോ അപ്പുറത്തുള്ള രാജാവ് വന്നിട്ട് കപ്പൽ പിടിച്ചെടുത്താലും എന്നുള്ളത് ഖദർ അലൈഹി സ്വലാം കണ്ടു. എന്നിട്ട് കപ്പലിന് കേടുവെച്ചു. എന്തിന്? ഈ രാജാവ് പിടിക്കാതിരിക്കാനേ. ഖുർആനിലുള്ള സംഭവമാണ്. പിന്നെ എത്രയും കുട്ടികളെ മതിൽ, അതിന്റെ ഉള്ളിൽ നിധിയും ആരും കാണാത്ത നിധി, അത് ഖദർ അലൈഹി സ്വലാം കണ്ട്. എന്നിട്ട് അത് ഞാൻ ഭക്ഷണം തരാത്ത നാട്ടുകാർ എടുക്കണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് മൂപ്പര് മതിൽ എന്നാക്കി വെച്ചിരിക്കും. ഇവർ പറഞ്ഞാൽ ഇയാൾ പറഞ്ഞ അനുസരിച്ചാ കർട്ടന്റെ പുറമെ കാണൂല, മതിലിനുള്ളിലുള്ള ഖദർ അലൈഹി സ്വലാം കണ്ടത്. അവിടെ നാട്ടിൽ തന്നെ ഇല്ലാത്ത രാജാവിനെയാ കണ്ടത്, രാജാവിന്റെ അക്രമമാ കണ്ടത്, മനസ്സിന്റെ ഉള്ളിലുള്ളതാ കണ്ടത്. ഈ ആയത്ത് നമ്മൾ ഔലിയാക്കൾക്കല്ല ഇത്തരത്തിലുള്ള പവർ കൊടുക്കൂന്നുള്ളൊരു, അമ്പിയാക്കൾക്കല്ല കൊടുക്കൂന്നുള്ളൊരു തെളിവ് ധരിക്കുക. അതിന് മൗലവി നേരെ ഉരുട്ടിയിട്ട് മൂപ്പര ചോദ്യം എന്താ അറിയോ? മൂസാ നബി കണ്ടിട്ടില്ലല്ലോ, അപ്പൊ നബി എന്നെ കണ്ടിട്ടില്ലല്ലോ, അപ്പൊ വലിയ കാണൂല എന്ന് മനസ്സിലായില്ലേ? നേരെ തിരിച്ച്. എന്നാ ഈ മൗലവിനോട് ഞാൻ ചോദിക്കട്ടെ, മൗലവി കൈരക്കാണം അറിയാൻ നല്ല വേറെ ചില സംഗതിയും കേട്ടോ. ബുദ്ധിമതി മൗലവിക്ക് വീറുണ്ടാവില്ല. എങ്ങനെ? നമ്മുടെ സ്കൂളിലെ ടീച്ചർ കുട്ടിയൊക്കെ പറഞ്ഞു കൊടുക്കൂല, എത്ര ചോദിച്ചാലും പറഞ്ഞു കൊടുക്കൂലാരോ ചങ്ങാതി. പറഞ്ഞാരാ? ഹുസൈൻ സൽഫിയ. എന്താ പറഞ്ഞത്? സ്കൂളിലെ ടീച്ചർ കുട്ടിയൊക്കെ ഒന്നും പറഞ്ഞു കൊടുക്കൂല. അതെന്താന്ന് വെച്ച് നിങ്ങൾ കാണുന്നില്ലേ, കുട്ടികൾ പരീക്ഷയ്ക്ക് ഇരുന്നിട്ട് ഉത്തരം കിട്ടാണ്ട് ഇങ്ങനെ കൊടുക്കുമ്പോ ടീച്ചറോട് ചോദിച്ചിട്ട് പറഞ്ഞു കൊടുക്കുന്നില്ല. അത് ശരി, ടീച്ചർ എന്നെ പരീക്ഷിക്കുകയാണ് കുട്ടികളെ. ആ പരീക്ഷന്റെ ഉത്തരം ചോദിച്ചാല് ഈ കുട്ടിയൊക്കെ ടീച്ചർ പറഞ്ഞു കൊടുക്കുക. അപ്പൊ മൂപ്പര് കണ്ടുപിടിക്കേണ്ടത് ടീച്ചർ പഠിപ്പിക്കാത്ത ടീച്ചറാണ്, കുട്ടികൾ ചോദിച്ചാൽ പറഞ്ഞോട് സംശയം ചോദിച്ചാൽ മറുപടി അറിയാത്ത ടീച്ചറാണ്. നല്ല കണ്ടുപിടുത്തല്ലേ? ഇതുപോലെ സഹോദരാ,
മൂസാ നബി അലൈഹിസ്സലാമിന് ചില സംഗതികൾ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി അല്ലാഹു തആല പറഞ്ഞേച്ച യാത്രയല്ലേ അത്. അപ്പൊ പിന്നെ മൂസാ നബി ഖിദ്റിനെ പോലെ തന്നെ കണ്ടാൽ മൂസാ നബിക്ക് അറിയിച്ചു കൊടുക്കേണ്ട ഇൽമു പിന്നെ അറിയാൻ കഴിയോ? എന്തിനായിരുന്നു യാത്ര സംഘടിപ്പിച്ചിരുന്നത്? മൂസാ നബി അലൈഹിസ്സലാമിന് അതിലൂടെ ചില പാഠങ്ങൾ മനസ്സിലാക്കാനല്ലേ. പിന്നെ ഖിദ്ർ അലൈഹിസ്സലാം കാണുന്നൊക്കെ മൂസാ നബിയും കണ്ടാൽ പിന്നെ ഈ പാഠം പഠിക്കൽ കിട്ടുമോ? അതുകൊണ്ട് അല്ലാഹു ജല്ല ജലാലുഹു അപ്പോൾ മൂസാ നബി അലൈഹിസ്സലാമിന് അത് അറിയിച്ചു കൊടുക്കാതിരുന്നത് മൂസാ നബിക്ക് മറ്റൊരു വിവരം അറിയിക്കാനല്ലേ. ഇത് മനസ്സിലാക്കാൻ ഈ മൗലവിക്ക് കഴിഞ്ഞില്ല. ഇത് മൗലവി പറയണു, ഈ മൂസാ നബി കാണാത്തതൊരു വലിയ മുട്ടം പടിയാണ് കാമത്തിനെതിരേറ. അത് വെച്ചു തരാം, മൗലവി കഴിയാതും കാണിച്ചു തരാം. അപ്പോൾ നിൽക്കക്കള്ളിയില്ലാതെ വന്നല്ലോ. ഒരു നബിയല്ലേ മറഞ്ഞ കാര്യം അറിയാതെ വന്നിരിക്കുന്നത്. ഇവിടെയാണെങ്കിൽ ഔലിയാക്കന്മാരെ സംബന്ധിച്ച് പോലും മുഴുവൻ പറയുന്നത് അതാ അവർക്കൊന്നും ഒരു പ്രശ്നമല്ലല്ലോ, അവർക്കൊന്നും ഒരു ബുദ്ധിമുട്ടില്ലല്ലോ, അവരെന്താഗ്രഹിച്ചാലും അത് കാണുന്നല്ലോ, അവരെന്താഗ്രഹിച്ചാലും അത് കേൾക്കുന്നല്ലോ, അറിയുന്നല്ലോ. കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാൻ ഞാൻ ഇങ്ങടെ കൽബകം എന്നോവർ കണ്ണിൽ കാണാത്തതും കൽബകത്തുള്ളതും കൺകൊണ്ട് കണ്ട പോൽ കാട്ടി പറഞ്ഞോവർ. കൺകൊണ്ട് കണ്ടതും അല്ലാത്തതുമൊക്കെ അവർക്ക് തുല്യമാണ്. ഹൃദയത്തിന്റെ രഹസ്യങ്ങൾ വരെ അവരറിയുള്ളവരാണ്. അങ്ങനെയല്ലേ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ആ കക്ഷികളുടെ തലമണ്ടയിലേക്ക് വലിയ ഒരു മുട്ടൻ വടിയാണ് ഈ ആയത്ത്. മൂസ നബി അറിഞ്ഞോ? മൂസ നബിക്ക് എന്തേ ഖിദ്ർ അലൈഹിസ്സലാം അറിഞ്ഞ രഹസ്യങ്ങൾ അറിയാതെ പോയി? എന്തേ ആ ഗൈബ് മൂസ നബി അറിയാതെ പോയി? കേട്ടില്ലേ? മൂസ നബി എന്തേ അറിയാതെ പോയത്? നിങ്ങളാലോചിച്ചു. മൂസാ നബി ഇസ്ലാം പഠിച്ചോണ്ടെന്ന് പറഞ്ഞേച്ചത് ഖിദ്ർ അലൈഹിസ്സലാമിന് നിങ്ങൾക്കില്ലാത്തയുടെ വിവരമുണ്ട് എന്ന് പഠിപ്പിക്കാനാ പറഞ്ഞത്. അത് തെളിയിച്ചു കൊടുക്കുന്ന സമയത്ത് പിന്നെ അള്ളാഹ് മൂസാ നബി കൂടി അതിന് അങ്ങോട്ട് കൊടുത്താലേ പിന്നെ അള്ളാഹ് പറഞ്ഞേച്ച് വെറുതെ ആവൂലേ? അതുകൊണ്ട് മൂസാ നബിക്ക് പറഞ്ഞ കാര്യങ്ങളൊന്നും അറിയില്ലാന്നാ, അല്ലെ നബിമാർക്ക് അറിയില്ലാന്നാ? ഇത് ഏതാ രംഗം പഠിക്കണ്ടേ ഈ മൗലവി? എന്ത് പറയാ മുട്ടം പടിയാണ്. ആർക്കെതിരെ? ആർക്കെതിരെ മുട്ടം പടി? ഖിദ്ർ അലൈഹിസ്സലാം കണ്ടില്ലേ, കേട്ടില്ലേ, അറിഞ്ഞില്ലേ? ബടി അപ്പറ മൗലവി ബടിയായതാണ്. എന്നാൽ സഹോദരന്മാരെ, അതാ ആ മൂസാ നബി തന്നെ കലീമുല്ലാഹി മൂസാ നബി അല്ല എന്ന് പറഞ്ഞവരുണ്ട്. അത് ബുഖാരിയിൽ തന്നെയുണ്ട്. അത് പറഞ്ഞ ആള് അള്ളാഹിന്റെ വിലായത്തിൽ നിന്ന് പുറത്തല്ല.